നമുക്ക് കണ്ണൂർ ആറളം ഫാമിലേക്ക് പോകണം. അവിടെ കാട്ടാനാക്രമണത്തിൽ ഇന്നലെ വൈകുന്നേരമാണ് ആദിവാസി ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. രാത്രി വരെ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിലാണ് മൃതദേഹം പരിയാരത്തേക്ക് മാറ്റിയത്. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. ആറളത്ത് UDF-ഉം BJP-യും ആഹ്വാനം ചെയ്ത ഹർത്താലും ആരംഭിച്ചിട്ടുണ്ട്. വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആറളത്ത് സർവകക്ഷി യോഗവും ചേരും. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, വലിയ ജനരോഷമാണ് ഈ മേഖലയിൽ. നമുക്കറിയാം, ആറള ഫാം എന്ന് പറയുന്നത് കാട്ടാന ആക്രമണം ഇതിനു മുൻപ് നിരവധി തവണ കാട്ടാനകളൊക്കെ വനത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ തമ്പടിക്കുന്ന മേഖലയാണ്. എന്താണ് സംഭവിച്ചത്? കശുവണ്ടി ശേഖരിക്കാൻ പോയ ജീവനോപാധിക്കായി അതിന് പോയ ദമ്പതികളാണ് ഇവരെന്ന് മനസ്സിലാകുന്നു. ഇവരുടെ മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കണ്ടെത്തുകയായിരുന്നു. മറ്റ് വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത് എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ഈ ആറളം മേഖലയിൽ ഈ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്നലെ രാത്രി തന്നെ നമ്മളത് കണ്ടതാണ്. കാരണം ഈ പ്രദേശത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ മാത്രം 18ഓളം പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വെള്ളിയും ലീലിയുടെയും അതിദാരുണമായ ഈ മരണം. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായി. അത് മണിക്കൂറുകളോളാണ് മൃതദേഹം ഇത്തരത്തിൽ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പ്രധാനമായും ഈ പ്രദേശവാസികൾ പറയുന്നത് ഇവിടുന്ന് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വാഗ്ദാനങ്ങളല്ല വേണ്ടത്, ഉറപ്പുകൾ അല്ല വേണ്ടത്, ഇതിന്റെ നടപടി ആരംഭിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞത്. അത് തന്നെയായിരുന്നു വലിയ രോഷം ഇന്നലെ ഉണ്ടായിരുന്നതും. ഏതായാലും ഇന്ന് UDF-ഉം അതുപോലെ തന്നെ BJP-യും ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് 6 മണി മുതൽ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. വാഹനങ്ങൾ തടയില്ല എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് ഹർത്താലുമായി സഹകരിക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് 3 മണിയോടുകൂടി സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. വനം മന്ത്രി നേരിട്ട് ഇന്ന് ഈ പ്രദേശത്ത് എത്തുന്നുണ്ട്. അത്രത്തോളം പ്രതിഷേധം ഇന്നലെ ഉണ്ടായതാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ അധികൃതരെത്തി ഏതെങ്കിലും തരത്തിൽ ഉറപ്പുകൾ നൽകി പിന്നീട് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വെള്ളിയുടെയും ലീലിയുടെയും മൃതദേഹങ്ങൾ വീടിന് സമീപത്തായുള്ള കശുവണ്ടി തോട്ടത്തിൽ കണ്ടെത്തിയത്. ഈ കശുവണ്ടി പെറുക്കാൻ പോകുന്നതിനിടയിൽ കാട്ടാന ആക്രമണം ഉണ്ടായി. ആദ്യം ലീലയെ കാട്ടാന ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ലീലയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളിയെയും ഈ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അത് ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരും എത്രത്തോളം വലിയ തോതിലുള്ള ഒരു ആക്രമണമായിരുന്നു എന്നത്. എന്തായാലും ഈ പ്രദേശത്ത് 40ഓളം ആനകൾ ഇത്തരത്തിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ ഇവിടെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെല്ലാം കാട്ടിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് തുരത്തണം എന്നൊരാവശ്യം ഇവർ പ്രധാനമായും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആനമതിൽ നിർമ്മാണമാണ്. 2020 പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. അത് എങ്ങും എത്താത്തൊരു അവസ്ഥയാണ്. ഈ ആനമതിൽ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം എന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് വലിയ തോതിൽ അടിക്കാടുകൾ ഉണ്ട്. അതൊക്കെ വെട്ടിമാറ്റേണ്ട നടപടി വളരെ പെട്ടെന്നുണ്ടാകണം എന്നൊരാവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഏകോപനക്കുറവുണ്ടായോ എന്നൊരു ആശങ്ക അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ഏതായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം ഉണ്ടായത്. രാത്രി 12 മണിവരെ ഈ പ്രതിഷേധം തുടർന്നു. പ്രധാനമായും ജില്ലാ കലക്ടർ നേരിട്ടെത്തി തങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം, ഇതിനൊരു ഉറപ്പ് തരണം എന്നായിരുന്നു ഇന്നലെ രാത്രി ഇവർ വ്യക്തമാക്കിയത്. RDO സ്ഥലത്തെത്തിയിരുന്നു. RDO സ്ഥലത്തെത്തിയെങ്കിലും വലിയ സംഘർഷം അവസ്ഥ ആ സമയത്തുണ്ടായി. RDOയുടെ വാഹനം തടയുന്ന സാഹചര്യമുണ്ടായി. സണ്ണി ജോസഫ് MLA-യുടെ വാഹനം തടയുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ അയവില്ലാത്ത ഒരു അവസ്ഥ രാത്രി വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ പ്രദേശത്ത് കാട്ടാന ഭീതി ഒഴിയുന്നില്ല. ഏത് സമയത്തും കാട്ടാന കൂട്ടങ്ങൾ എത്തിയേക്കാം. പ്രത്യേകിച്ച് കശുവണ്ടി സീസണാണ്. കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം കാട്ടാനകൾ ഈ ഭാഗത്ത് എത്തുന്നുണ്ട്. അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് പറയുന്നത്. ഇതൊരു ആദിവാസി പുനരധിവാസ മേഖലയാണ്. വളരെ പാവപ്പെട്ട ആളുകൾ കുടിൽ കെട്ടിയും മറ്റും ജീവിക്കുന്ന ഒരു സാഹചര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ജീവിതോപാധി എന്നത് ഇത്തരത്തിൽ വിറക് ശേഖരിക്കുക, ഒപ്പം ഇപ്പോൾ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കശുവണ്ടി പെറുക്കി ഇത്തരത്തിൽ ജീവിക്കുക. അത്തരത്തിൽ വളരെ പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. നിരന്തരം കാട്ടാന ആക്രമണ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം. ഇനി തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശങ്ങൾ ബൈജു, ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണം നേരത്തെയും നമ്മൾ ബൈജു റിപ്പോർട്ട് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ജനങ്ങളുടെ നിരന്തരമായ പലവിധ ആവശ്യങ്ങളുണ്ട്. ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയണം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ തൊഴിലാളികളൊക്കെ ജീവനോപാധിക്കായി
ഈ ആറളം ഫാമിൻ്റെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുന്നവരാണ്. അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല, ജീവിക്കാനായി ഇതൊക്കെ തന്നെയാണ്, ഇവരുടെ ജീവനോപാധി ഇതൊക്കെ തന്നെയാണ്. അവർക്കപ്പോൾ സുരക്ഷ ഒരുക്കണം. പക്ഷേ ഇന്നലെ നമുക്കറിയാം രോഷം വലിയ ശക്തമായിരുന്നു. MLA അടക്കം തടയുന്ന സാഹചര്യം, സണ്ണി ജോസഫ് MLA അടക്കം തടയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും ഈ മേഖലയിൽ സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുമൊക്കെ ഇത്ര എന്താണ് അലക്ഷ്യമായി ഈ വിഷയത്തെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? അതൊരു വലിയ പ്രശ്നമാണല്ലോ. തീർച്ചയായും അതുതന്നെയാണ് ഈ പ്രദേശവാസികൾ ഇന്നലെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നത്. കാരണം തങ്ങൾ മനുഷ്യരല്ലേ, തങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ, തങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂമി തങ്ങൾക്ക് നൽകിയത് തുടങ്ങിയ പല ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചത്. ഈ കാര്യത്തിൽ വനം മന്ത്രിയോടും നമ്മൾ ഇതേ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹവും വ്യക്തമാക്കിയത് ഏതായാലും ഈ ആനമതിൽ നിർമ്മാണം അതുപോലെ തന്നെ സോളാർ ഫെൻസിംഗ് ഒക്കെ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ അത് ഏതായാലും വൈകി എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇനി അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക, അവിടെ ഈ സമാധാനമായി ഇവർക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കുക, അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നതിനെയാണ് വനം വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഏതായാലും നാട്ടുകാർ ആ കാര്യത്തിൽ വളരെ ആശങ്ക പങ്കുവച്ചിരുന്നു. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സമയത്തും ഇതേപോലെ ഉറപ്പുകൾ നൽകി ഓരോ സമയത്തും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകുക മാത്രം ചെയ്യുന്നു. പിന്നീട് ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെ ഒരു അവസ്ഥ വരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാട്ടാന ആക്രമണം ഉണ്ടായ പ്രദേശം അത് വനം വകുപ്പ് ഓഫീസിന്റെ 100 മീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്താണ്. അതായത് വനം വകുപ്പിന്റെ സാന്നിധ്യം സ്ഥിരമായുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായതാണ് വലിയ തോതിൽ ഈ പ്രദേശവാസികളിൽ പ്രതിഷേധമുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. എന്നാലും ഇന്ന് ഈ കാര്യത്തിൽ ഈ ഇവിടെ നിന്നുള്ള പ്രദേശവാസികൾ പങ്കെടുക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു സർവകക്ഷി യോഗമാണ് ഇന്ന് ചേരുന്നത്. എന്തായാലും ഇനി ഇവർക്ക് സമാധാനമായി ഇവിടെ ജീവിക്കാനും അവരുടെ തൊഴിലെടുക്കാനും അതിലുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള നടപടികൾ ഇന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇത്തരത്തിൽ ഇനി ഈ കാര്യത്തിലൊരു കൃത്യമായ ഒരു നടപടി ആരംഭിച്ചില്ലെങ്കിൽ ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഏതായാലും 5 ലക്ഷം രൂപ ഈ രണ്ടുപേരുടെയും കുടുംബങ്ങൾക്ക് വീതം ഇന്ന് നൽകുമെന്നാണ് ഇന്നലെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ബാക്കി 10 ലക്ഷം രൂപ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി നൽകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ധനസഹായം, ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകി ഓരോ അപകടങ്ങൾ, ഓരോ ആക്രമണങ്ങളും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വയനാട് കണ്ടതാണ്, ഇടുക്കിയിൽ കണ്ടതാണ്, ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും ഇത്തരത്തിൽ ഒരു അപകടങ്ങൾ ഉണ്ടായാൽ മാത്രം ആ സമയത്ത് ഇടപെടുകയും. തീർച്ചയായും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആദിവാസികളെ സർക്കാർ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരു പ്രദേശം കൂടിയാണ്. ആദിവാസികൾക്ക് നേരത്തെ ഇവിടെ വന്യമൃഗങ്ങളുടെ ഒരു വിഹാര മേഖലയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചില സെറ്റിൽമെന്റുകളുടെ ഭാഗമായി ആദിവാസികളെ ഈ മേഖലകളിൽ സർക്കാർ കൊണ്ട് താമസിപ്പിച്ചാണ്. അതിനുശേഷമാണ് നമുക്ക് ഈ ആദിവാസികൾ വന്നു അല്ലെങ്കിൽ ജനവാസമുണ്ട് എന്നൊക്കെ മൃഗങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. സ്വാഭാവികമായും അവർ വീണ്ടും ഇറങ്ങും. ഇവിടെയൊക്കെ ഫെൻസിംഗ് ഒക്കെ ചില സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തകർത്തുകൊണ്ടാണ് ഇത് ഇറങ്ങുന്നത്, ആനകളും മറ്റും ഇറങ്ങുന്നത് എന്ന വിവരം കൂടിയുണ്ട്. മൊത്തം 20 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ലക്ഷവും വെച്ച് അതിൽ 5 അതായത് 10 ലക്ഷം രൂപ ഇന്ന് മന്ത്രി കൈമാറും എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം